Have you been to Jesus for the cleansing power? Are you washed in the blood of the Lamb? Are you fully trusting in His grace this hour? Are you washed in the blood of the Lamb? Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? Lay aside the garments that are stained with sin, and be washed in the blood of the Lamb. There's a fountain flowing for the soul unclean. Oh, be washed in the blood of the Lamb. Are you washed in the blood, in the soul cleansing blood of the Lamb? Are your garments spotless? Are they white as snow? Are you washed in the blood of the Lamb? I greet you all in the mighty and marvelous name of our Lord and Savior Jesus Christ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാവുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, ധൈര്യത്തോടിരിപ്പീൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. Saint Paul says, last night an angel of the God to whom I belong and whom I serve stood beside me and said, don't be afraid, Paul, for you will surely stand trial before Caesar. God will save the lives of all those sailing with you. For I believe God, it will be just as He said. Acts of the Apostles, chapter 27, verses 23, 24 and 25. Dear sisters and brothers in Christ, കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇന്നത്തെ 4 തിരുവചന പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ മുഖാമുഖം കാണുന്നവർ തങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. അത് ചിലപ്പോൾ രോഗബന്ധനങ്ങളാകാം, മറ്റു ചിലപ്പോൾ പൈശാചിക ബന്ധനങ്ങളാകാം, അതുമല്ലെങ്കിൽ ആത്മീയാന്ധതയാകാം. ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന വ്യക്തികളെ കർത്താവായ യേശുക്രിസ്തു മാനവിക മൂല്യങ്ങളിലേക്ക് നയിക്കുന്നു, ആത്മപരിശോധനയിലേക്ക് അവരെ നയിക്കുന്നു, സാമൂഹിക പരിവർത്തനത്തിലേക്ക് അവരെ നയിക്കുന്നു. ഇന്നത്തെ പ്രധാന വചനപാഠമാണ് വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നോക്കാം. ഒരു ശബത്തിൽ യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയത് കൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട് പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവീൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ
ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. സിനഗോഗിൽ ഉപദേശിച്ചുകൊണ്ടിരുന്ന യേശുക്രിസ്തുവിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് ഒരു വ്യക്തിയിൽ ഉടക്കി. ആ വ്യക്തി അവിടെ വന്നിരുന്ന മറ്റാരെയും പോലെ ആയിരുന്നില്ല. അവൾ കൂനുള്ള ഒരു സ്ത്രീയായിരുന്നു. ദീർഘവർഷങ്ങളായി, അതായത് 18 സംവത്സരങ്ങളായി ഒട്ടും നിവരുവാൻ കഴിയാതെ, ആരുടെയും മുഖത്ത് നോക്കി സംസാരിക്കുവാൻ കഴിയാതെ, വളരെ കഷ്ടപ്പെട്ട് മനപ്രയാസത്തോടെ ആലയത്തിലേക്ക് വന്ന ആ സ്ത്രീയെയാണ് യേശു കണ്ടത്. അവൾ ആലയത്തിലേക്ക് വന്നത് ദൈവത്തെ ആരാധിക്കുവാനും അവിടെ പ്രഘോഷിക്കപ്പെടുന്ന തിരുവചനം ശ്രവിക്കുവാനുമാണ്. അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, ദൈവമേ, എൻ്റെ കൂന് മാറ്റിത്തരണമേ, എനിക്കാരെയും കാണുവാൻ പറ്റുന്നില്ലല്ലോ എന്നവൾ ചിന്തിച്ച് കാണണം. അല്ലെങ്കിൽ ദീർഘനാളത്തെ അവളുടെ ഹൃദയാഭിലാഷം അതായിരുന്നു. പക്ഷേ യേശു ഇന്ന് ആ സിനഗോഗിൽ വരും എന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല അവൾ വന്നത്. പതിവ് പോലെ അവൾ വന്നു. പക്ഷേ ഉപദേശിച്ചു കൊണ്ടിരുന്ന യേശു പെട്ടെന്ന് അവളെ കാണുന്നു. കണ്ട മാത്രയിൽ അവളെ അടുത്തേക്ക് വിളിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മധ്യത്തിലൂടെ ആ സ്ത്രീ കൂനിക്കൂനി യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. യേശു അവളെ അവളുടെ മേൽ കൈവച്ചു. നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളെ സൗഖ്യമാക്കി. അവളെ സൗഖ്യമാക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അതായത്, അവളെ ബാധിച്ചിരിക്കുന്നത് ദുരാത്മാവാണ്, ശത്രുവായ സാത്താനാണ്. യേശുക്രിസ്തുവിന് ഈ സാത്താനുമായി യാതൊരു കോംപ്രമൈസുമില്ല. എത്രയും പെട്ടെന്ന് ആ സാത്താനെ അവളിൽ നിന്ന് പുറത്താക്കണം. ഇനി ഒരിക്കലും ഒരു നിമിഷം പോലും ആ സ്ത്രീയെ ഈ സാത്താൻ ഉപദ്രവിച്ചുകൂടാ. അതുകൊണ്ടാണ് പെട്ടെന്ന് അവളെ വിളിച്ചത്. കണ്ട മാത്രയിൽ വിളിക്കുകയായിരുന്നു. യേശുക്രിസ്തു വിചാരിച്ചില്ല സിനഗോഗിലെ ആരാധന കഴിഞ്ഞുകൊള്ളട്ടെ, അല്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞുകൊള്ളട്ടെ, ഏറ്റവും ഒടുവിൽ രോഗികളെ സൗഖ്യമാക്കാം, അല്ലെങ്കിൽ ആ കൂനിയെ സുഖപ്പെടുത്താം എന്നല്ല യേശു വിചാരിച്ചത്. കാരണം തൻ്റെ മക്കളെ കഷ്ടപ്പെടുത്തുന്ന ദുരാത്മശക്തികളെ, ആ സാത്താൻ്റെ വ്യാപാരങ്ങളെ, ആ പിശാചിനെ, അപവാദിയായ പിശാചിനെ കണ്ട മാത്രയിൽ പുറത്താക്കുക എന്നുള്ളതായിരുന്നു യേശുവിൻ്റെ ലക്ഷ്യം. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആരാധനാലയങ്ങളിൽ, ആ ആരാധനാലയങ്ങളിലെ ചിട്ടവട്ടങ്ങളും നിയമാവലികളും മറ്റു കാര്യങ്ങളുമെല്ലാം ഒരു സത്യ ആരാധനക്കാരനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതിൽ നിന്നും, അല്ലെങ്കിൽ ദൈവവുമായി ആ വ്യക്തി ഏകീഭവിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഒട്ടും അഭിലഷണീയമല്ല. കാരണം ആരാധനക്കാരൻ ആലയത്തിൽ വരുന്നത് അവൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനും, അവൻ ഉച്ചത്തിൽ കരയുവാനും നിലവിളിക്കുവാനും, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അവൻ്റെ സങ്കടം പകരുവാനും, അങ്ങനെ ഒരു ദൈവത്തെ അവൻ ദർശിച്ചുകൊണ്ട്
യാതൊരു ഡിഗ്നിറ്റിയും അവന് ദൈവസന്നിധിയിൽ കാണിക്കുന്നില്ല. ആവശ്യബോധമുള്ളവർ, അല്ലെങ്കിൽ എന്താണ് അത്യാവശ്യം, എന്തിനാണ് ദൈവാലയത്തിൽ ഞാൻ വരുന്നത്, എൻ്റെ ദൈവത്തെ എനിക്കിന്ന് കാണണം, അവനോട് സംസാരിക്കണം, എൻ്റെ സങ്കടം അവൻ്റെ മുമ്പിൽ പകരണം, ആ രീതിയിൽ ആവലോടെ വരുന്ന വ്യക്തികൾക്ക് ആരാധനാലയത്തിലെ ചിട്ടവട്ടങ്ങളും നിയമാവലികളും ഒരിക്കലും തടസ്സമായി കൂടാ. അങ്ങനെ തടസ്സമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അങ്ങനെ തടസ്സം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് അവർ തിരക്കിപ്പോകും. കാരണം അതവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ദൈവത്തോടുള്ള ആ അദമ്യമായ ആഗ്രഹമാണ്. ദൈവവുമായുള്ള ആ ഫെലോഷിപ്പ്, ആ കോണ്ടാക്റ്റ്, ആ കൂട്ടായ്മ ആരാധനാലയങ്ങളിലെ ആ നിയമാവലികളും ക്രമങ്ങളും ചട്ടങ്ങളും അതൊന്നും അതിനെ പരിപോഷിപ്പിക്കുന്നതല്ല. നാം ഇവിടെ കണ്ടത് യേശുക്രിസ്തു അങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ തകിടം മറിക്കുന്നതാണ്. കാരണം നമുക്കറിയാം യഹൂദൻ്റെ സിനഗോഗിൽ എങ്ങനെയാണ് അവൻ ആരാധിക്കുന്നത് എന്ന്. എത്രമാത്രം പങ്ക്ച്വാലിറ്റി, ഓർഡർ, ഇതെല്ലാം അവർ കാത്തു സൂക്ഷിക്കും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഒരു അത്യാവശ്യക്കാരിയായ ഒരു സ്ത്രീ, ഇവിടെ യേശുക്രിസ്തു പറയുന്നത് അബ്രഹാമിൻ്റെ മകളെന്നാണ്. അബ്രഹാമിൻ്റെ മകളെന്ന് പറഞ്ഞാൽ ആ ആത്മീയ അർത്ഥമാണ്. അവളെ കൂടാതെ ഇസ്രായേലില്ല. ദൈവത്തിൻ്റെ ജനമാണ് അവൾ, ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ മകളാണ് അവൾ. അപ്പോൾ ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ സ്വരൂപത്തിലും തനിക്കായി നിർമ്മിച്ചിരിക്കുന്ന തൻ്റെ ജനത്തിന് തന്നോടടുക്കുവാൻ വിഘാതമായി ഒന്നും അവിടെ കണ്ടുകൂടാ. പ്രത്യേകിച്ചും യേശുക്രിസ്തു അവിടെ കണ്ടത് പിശാചിനാൽ ബാധിക്കപ്പെട്ട, അല്ലെങ്കിൽ നീണ്ട 18 വർഷം കൂനിയായി കഴിയുവാൻ അവളുടെ മേൽ ആയിരുന്ന ആ പിശാചിനെയാണ് അവിടെ പുറത്താക്കിയത്. ആ ചർച്ചിൽ ഉണ്ടായിരുന്ന ആ കാര്യങ്ങളെ, ആ സാഹചര്യത്തെ ഒന്നും യേശുക്രിസ്തു നോക്കിയില്ല. യേശുക്രിസ്തു നോക്കിയത് ആരാധിക്കുവാൻ അവിടെ വന്ന, ആവശ്യബോധവുമായി അവിടെ വന്ന ആ സ്ത്രീയെയാണ്. അവളുടെ ആവശ്യമായിരുന്നു വലുത്. ഇവിടെ യേശുക്രിസ്തു മറ്റൊരു കാര്യം പറയുന്നു. കപടഭക്തിക്കാരെ എന്ന് വിളിച്ചുകൊണ്ട് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? കാളയോടും കഴുതയോടും ഉള്ള ആ മനസ്സലിവ്, ആ സ്നേഹം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ദൈവസാദൃശ്യത്തിലുള്ള സഹജീവികളോട് കാണിക്കാത്തത്? കാളയ്ക്കും കഴുതയ്ക്കും വെള്ളമായിരുന്നു ആവശ്യം. പക്ഷേ ഈ സ്ത്രീക്ക് തന്നെ ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടനായ സാത്താനെ പുറത്താക്കുവാൻ അത് യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അത് സാധ്യമാകണമായിരുന്നു. യേശുക്രിസ്തു അതാണ് നോക്കിയത്. ഇവളെ ബന്ധിച്ചിരിക്കുന്നു ദുഷ്ടൻ, ആ അപവാദി, ആ ശത്രുവായ സാത്താൻ അവളെ ബന്ധിച്ചിരിക്കുന്നു. കാളയും കഴുതയും കുടിക്കുന്ന വെള്ളത്തേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവളിൽ നിന്നും ആ സാത്താനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു. ദൈവത്തോട് അടുക്കുന്നതിൽ നിന്നും സത്യ ആരാധനക്കാരെ വിലക്കുന്ന മറ്റൊരു ഘടകത്തെ നാം ഇവിടെ കാണുന്നു. അത് മറ്റാരുമായിരുന്നില്ല, പള്ളിപ്രമാണിയായിരുന്നു.
ആരാണ് ഈ പള്ളിപ്രമാണി, അല്ലെങ്കിൽ എന്താണ് ഈ പള്ളിപ്രമാണി? പള്ളിപ്രമാണി അവിടെ ആയിരിക്കുന്നത് ഒരു ശുശ്രൂഷകനായിട്ട് ആയിരിക്കണം. അവനൊരു ശുശ്രൂഷക്കാരനായിരിക്കണം. പള്ളിയിൽ വരുന്ന ജനങ്ങൾക്ക് എന്താണ് ആവശ്യം, അവരുടെ ആവശ്യം എന്താണ്, എവിടെയാണ് പോകേണ്ടത്, എന്താണ് അവരുടെ ആവശ്യം, ഓരോ ആവശ്യങ്ങളും അവർക്ക് നിറവേറ്റി കൊടുക്കുക. അവരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറുക, സ്നേഹത്തോടെ പെരുമാറുക, താഴ്മയോടെ അവരുടെ മുമ്പിലായിരിക്കുക. അങ്ങനെ അവരെ ശുശ്രൂഷിക്കേണ്ട പള്ളിപ്രമാണി പ്രമാണിത്വം കാണിക്കുവാൻ, അധികാരം കാണിക്കുവാൻ ഒരുമ്പെടുകയാണ്. യേശുക്രിസ്തു സംസാരിക്കുന്നതിന് മുമ്പേ ഇവൻ ശബ്ദം ഉയർത്തി. അതാണ് നാം ഇവിടെ കാണുന്നത്. അല്പം പോലും ദൈവഭയമോ അല്ലെങ്കിൽ അല്പം പോലും വിവരമോ സംസ്കാരമോ ഇല്ലാത്ത ഈ മനുഷ്യൻ തൻ്റെ മുൻപിൽ ആരാണ് നിൽക്കുന്നത്, ഈ സിനഗോഗിൽ ആരാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും അത് ഗൗനിക്കാതെ ഇവിടെ ശബ്ദമുയർത്തുകയാണ്. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവമാണ് അവിടെ നിൽക്കുന്നത്. ആ ദൈവം യേശുക്രിസ്തുവിലൂടെ ജനത്തോട് ഉപദേശിക്കുകയാണ്, സംസാരിക്കുകയാണ്. ഈ യേശുക്രിസ്തുവിനെ പറ്റി ഈ പള്ളിപ്രമാണി നേരത്തെ കേട്ട് കാണണം. കാരണം അവൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ധാരാളം അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. ആ ശ്രുതി, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ആ സന്ദർഭം മുതൽ ഇപ്പോൾ വരെ അനേകം അത്ഭുതങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതഗ്രസ്തരെ വിടുവിക്കുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയും അവൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ വലിയ ആളാകണ്ട എന്നൊരു തോന്നലാണ് ഈ പള്ളിപ്രമാണിക്ക് ഉണ്ടായിരുന്നത്. ഞാനാണ് ഇവിടുത്തെ പ്രമാണി, ഞാൻ പറയുന്നത് പോലെ വേണം കാര്യങ്ങളൊക്കെയും നടക്കുവാൻ. ആരെവിടെ നിൽക്കണം, എവിടെ ഇരിക്കണം, എങ്ങനെ നടക്കണം എന്നൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ആ ഒരു ചിന്താഗതിയായിരുന്നു ഈ പള്ളിപ്രമാണിക്ക്. അവന് ശുശ്രൂഷാ മനോഭാവമേ ഇല്ല. ഇവരൊക്കെയും പ്രിയ സഹോദരങ്ങളെ ദൈവസഭയുടെ ശാപമാണ്. ശാപം. അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടാവായ ദൈവം അവിടെ നിൽക്കുമ്പോൾ ഇവൻ ശബ്ദമുയർത്തുകയാണ്. എന്താണ് പറഞ്ഞത്? പള്ളിപ്രമാണി നീരസപ്പെടുകയാണ്. പള്ളിപ്രമാണി നീരസപ്പെട്ടു പുരുഷാരത്തോട്. നേരെ യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കുവാൻ അവന് പറ്റില്ല. കാരണം അവൻ്റെ നീരസം യേശുവിനോടും ആ സൗഖ്യമാകപ്പെട്ട സ്ത്രീയോടുമാണ്. അങ്ങോട്ട് നോക്കുവാൻ വഹിയാതെ പുരുഷാരത്തോട് നോക്കി പറയുകയാണ്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവീൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. ശബത്തിൻ്റെ കാര്യം പറയുവാൻ ഈ വ്യക്തി ആരാണ്? ശബത്തിൻ്റെ നാഥനാണ് അവിടെ നിൽക്കുന്നത്. ശബത്തിലും വലിയവൻ. തൻ്റെ ജനത്തിന് വേണ്ടിയാണ് ശബത്ത്. 6 ദിവസം വേല ചെയ്യുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ സാമാന്യ വേലയും അവൻ്റെ നിത്യവൃത്തിക്കുള്ള മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുവാൻ തക്കവണ്ണം അവൻ വിനിയോഗിക്കുന്ന ഈ 6 ദിവസം, അത് കഴിയുമ്പോൾ 7-ാം ദിവസം ദൈവസന്നിധിയിൽ അവൻ ആയിരിക്കണം. അവന് ഓരോ ദിവസവും ദൈവം ചെയ്തു കൊടുക്കുന്ന നന്മകൾ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയും ദൈവത്തെ സ്തുതിക്കുകയും ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ദൈവികമായ നന്മ പ്രവർത്തികൾ ദൈവനാമ മഹത്വത്തിനായി ആവശ്യമുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതിനാണ് ശബത്ത്.
ഈ പള്ളിപ്രമാണി മനസ്സിലാക്കി വച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കൽപ്പന എന്താണ്? 4-ാം കൽപ്പന, ശാബത്ത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്ക. കീപ് ദ ശാബത്ത് ഹോളി. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. ആ വ്യക്തി ആ വാക്കിൽ പിടിച്ചു, ആ വാക്കിൽ തൂങ്ങിയിരിക്കുകയാണ്. ഈ സ്ത്രീയെ സൗഖ്യമാക്കിയത് ഒരു സാമാന്യ വേല പോലെയാണ് അയാൾക്ക് തോന്നിയത്. വേല ചെയ്തു. അതുകൊണ്ടാണ് അയാൾ പറഞ്ഞത്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവീൻ, ശബത്തിൽ അരുത്. ആജ്ഞയാണ്, ആജ്ഞ. ഇങ്ങനെ ആജ്ഞാപിക്കുന്ന പലരെയും നമ്മുടെ ആരാധനാലയങ്ങളിൽ നമുക്ക് കാണാം. പള്ളിപ്രമാണിമാർ. ആരോടാണിത്? അവിടെ നിൽക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ വ്യക്തിയെ അവൻ മറന്നു. ഇത്രമാത്രം നീരസപ്പെടുവാൻ തക്കവണ്ണം അവൻ എത്രമാത്രം ധാർമ്മികമായി അല്ലെങ്കിൽ സാംസ്കാരികമായി അധപ്പതിച്ചവനാണ്, സംസ്കാരശൂന്യനാണ്, വിവരമില്ലാത്തവനാണ്. കർത്താവ് അവനോട് പറഞ്ഞു, കപടഭക്തിക്കാരെ. കപടഭക്തിക്കാരെ എന്ന് വിളിച്ചത് അവനെയും അവൻ്റെ മൈൻഡ് സെറ്റുള്ള ആൾക്കാരോടുമാണ്. അതേ മനോഭാവത്തിൽ അവിടെ ആയിരിക്കുന്ന പ്രമാണിമാരോടാണ് കപടഭക്തിക്കാരെ എന്ന് യേശു വിളിച്ചത്. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ഓരോരുത്തൻ ശബത്തിൽ തൻ്റെ കാളയെയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കും. അത് ഒരു വേലയാണ്. നേരത്തെ വെള്ളം അവിടെ കോരി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ ഈ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. നിങ്ങൾ ശബത്തിൽ ആ കാളകൾക്കും കഴുതകൾക്കും ഒക്കെയും അഴിച്ചുകൊണ്ടുപോയി വെള്ളം കൊടുക്കും, വേല ചെയ്യും. അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ഞാനിവിടെ ചെയ്തത് 18 സംവത്സരമായി സാത്താനാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ദൈവമകളെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട ഈ മകളെ സൗഖ്യമാക്കിയതാണോ തെറ്റ്? കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ ഈ ബന്ധനം, ഇവളുടെ പൈശാചിക ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ? അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. കാരണം അവർ നാണം കെട്ടുപോയി. സ്ത്രീക്ക് സൗഖ്യം കിട്ടിയപ്പോൾ അവൾ സന്തോഷിച്ചു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെ നടന്ന ആ സംഭവം കണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പോൾ എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ഈ വ്യക്തികൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ വായിൽ കൂടെ അവർക്കും ദൈവത്തെ വിളിക്കേണ്ടതായി വന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായി വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാണം കെട്ട് അങ്ങനെ എല്ലാവരും വിളിക്കുമ്പോൾ ഞങ്ങളെങ്ങനെയാണ് വിളിക്കാതിരിക്കുന്നത്, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളെങ്ങനെയാണ് മഹത്വപ്പെടുത്താതിരിക്കേണ്ടത്? അതുകൊണ്ട് അവർ ചെയ്തു, അവരുടെ വായി തുറന്നു. നാം ഇവിടെ കാണുന്നത് ഇതുപോലെയുള്ള ധാരാളം ആളുകൾ സൗഖ്യത്തിനായും സമാധാനത്തിനായും ദൈവസന്നിധിയിൽ അടുത്തു വരുന്നു. അവർ പലപ്പോഴും they are unable to stand with their head up like this crippled woman. ഈ ഒരു അവസ്ഥയിലായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. Lifting their heads up to Jesus is near impossible for them. അത് മനസ്സിലാക്കുന്നില്ല. അത് ആരാധനാലയങ്ങളിൽ മനസ്സിലാക്കേണ്ടത് ആരാണ്?
അവിടുത്തെ യേശു അവിടെ മനസ്സിലാക്കിയതുപോലെ ഈ കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ശുശ്രൂഷകനാണ്, ദൈവശുശ്രൂഷകൻ, പുരോഹിതന്മാർ. പുരോഹിത ശ്രേഷ്ഠനായ യേശു ക്രിസ്തുവിന് ആ സിനഗോഗിൽ വന്നിരുന്ന സ്ത്രീയുടെ സങ്കടം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നുണ്ട്. പക്ഷേ ആരാധനാലയത്തിൽ വരുന്നവരുടെ അവർക്ക് തലപൊക്കുവാൻ കഴിയുന്നുണ്ടോ? അവരുടെ തല കുനിഞ്ഞാണോ ഇരിക്കുന്നത്? അവർ രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ? അവർ വിങ്ങിപ്പൊട്ടുന്നവരാണോ? അവർ എത്ര ആവലോടെയാണ് അവിടെ വന്നിരിക്കുന്നത്? ഒന്ന് ചോദിക്കുവാനോ മനസ്സിലാക്കുവാനോ നമ്മുടെ പുരോഹിതന്മാർക്ക് കഴിയുന്നില്ല. അവർ ചർച്ചിൻ്റെ ആ ഡിഗ്നിറ്റിയും ഡിക്കോറവും ഒക്കെ മനസ്സിലാക്കി അവർ അവിടെ ആയിരിക്കുകയാണ്. അവർ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല ഈ മനുഷ്യർ എത്രമാത്രം കഷ്ടതയിലാണ്. കാരണം ഇടയൻ എന്നുള്ള പേര് ആടുകളെ ശരിക്കറിയാവുന്നവർക്കാണ് ഇടയൻ എന്ന പേരുള്ളത്. അല്ലാത്തവരെ വിളിക്കേണ്ടത് ഇടയനെന്നല്ല. എത്രമാത്രം ദൈവത്തിൻ്റെ ആ നിയോഗം അല്ലെങ്കിൽ ദൗത്യം, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഡ്യൂട്ടി തങ്ങളുടെ ശുശ്രൂഷയിൽ ഇവരൊക്കെ നിർവഹിക്കുന്നുണ്ടോ എന്നത് നോക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ സമീപിക്കുവാൻ തക്കവണ്ണം എല്ലാവരും ഒരുങ്ങി വരുമ്പോൾ, അല്ലെങ്കിൽ നാം അങ്ങനെ ആയിരിക്കുമ്പോൾ, ദൈവത്തെ സമീപിക്കുവാൻ നാം ഉത്സാഹിക്കുമ്പോൾ, അതിന് തടസ്സമായി നാം അവിടെ എന്തെങ്കിലും കണ്ടാൽ നാം അങ്ങോട്ട് അടുക്കാറില്ല. നാം മനസ്സിലാക്കേണ്ടത് അതാണ്. ആരാധനക്കാരന് വേണ്ടത് ദൈവ സാന്നിധ്യ ബോധമാണ്. ദൈവ സാന്നിധ്യ ബോധം ആരാധനാലയങ്ങളിൽ അവന് ലഭ്യമാക്കണം. യേശുക്രിസ്തു ഇങ്ങനെയുള്ള മനുഷ്യരുടെ ഈ ചിന്തകളും അവരുടെ ചെയ്തികളുമാണ് ഈ വേദഭാഗത്ത് പൊളിച്ചടുക്കിയിരിക്കുന്നത്. നാം ഈ വേദഭാഗം ഓരോ വർഷവും വായിക്കുന്നതാണ്. കഴിഞ്ഞ വർഷവും വായിച്ചു, ഈ വർഷം വായിക്കുന്നു. ദൈവം അനുവദിച്ചാൽ അടുത്ത വർഷവും നാം വായിക്കും. എന്താണ് ഇവിടെ യേശുക്രിസ്തു പറഞ്ഞത്? യേശുക്രിസ്തുവിൻ്റെ ഈ പ്രവർത്തികൾ എന്തായിരുന്നു? എന്താണ് അവൻ മറ്റുള്ളവരെ പഠിപ്പിച്ചത്? നാമൊക്കെ എങ്ങനെ ആയിരിക്കണം ദൈവസന്നിധിയിൽ എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്? നാം അതിൽ ശ്രദ്ധ വയ്ക്കുമോ? പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, തങ്ങൾ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്കായി കടന്നു പോകും, ഒരാരാധന പോലും മുടക്കാറില്ല. എന്നിട്ടും രോഗങ്ങൾക്ക് ശമനമോ തങ്ങളുടെ സ്ഥിതിക്ക് ഭേദം വരികയോ ചെയ്യുന്നതായി കാണുന്നില്ല എന്ന്. ദിസ് ഈസ് ബിക്കോസ് ദേ ഹാഡ് നോ അജണ്ട ഫോർ ജീസസ്. ദൈവ സാന്നിധ്യത്തിലാണ് പിശാച് മാനിഫെസ്റ്റ് ആകുന്നത്. ആ സിനഗോഗിൽ യേശുക്രിസ്തു വന്നപ്പോഴായിരുന്നുവല്ലോ ആ കൂനിയായ സ്ത്രീയുടെ പൈശാചിക ബന്ധനം അഴിഞ്ഞത്. അതുപോലെ ദൈവസ്തുതി ഉയരുന്നിടത്താണ് ജനം സ്വതന്ത്രരാകുന്നത്. എപ്പോഴാണ് സ്തുതി ഉയരുന്നത്? ഒരു വ്യക്തി ദൈവത്തെ മുഖാമുഖം കാണുമ്പോൾ, ദൈവത്തിൻ്റെ ആ തൊടാവുന്ന സാന്നിധ്യം, ആ ടാഞ്ചിബിൾ പ്രസൻസ് ആ വ്യക്തി അനുഭവിച്ചറിയുമ്പോൾ, ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആ വ്യക്തിയെ സന്ദർശിക്കുമ്പോൾ, അപ്പോൾ ആ വ്യക്തി ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തെ സ്തുതിക്കും, ഹല്ലേലൂയ പാടും, കൈകൊട്ടും, ആർത്തു വിളിക്കും, നൃത്തം ചെയ്യും. എന്നാൽ ഈ പള്ളിപ്രമാണിയെ പോലെ ഉള്ളവർ ആരാധനാലയങ്ങളിൽ ഉള്ളപ്പോൾ അവിടെ സ്തുതി ഉയരില്ല. കാരണം
ഇവരുടെ സന്തോഷത്തെയും ആരാധനയെയും എല്ലാം അവർ ലിമിറ്റ് ചെയ്യും. അവർ പറയും, എന്തിനാണ് കൈകൊട്ടുന്നത്, എന്തിനാണ് എപ്പോഴും ഹല്ലേലൂയ എന്ന് പറയുന്നത്, അറയിൽ കിടന്ന് വാതിലടച്ചിരുന്നാൽ പോരെ, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അപ്പോൾ വന്ന് സൗഖ്യം വരുത്തിച്ചുകൂടെ? ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പറഞ്ഞ് ദൈവജനത്തിൻ്റെ സ്തുതിപ്പും സന്തോഷവും സൗഖ്യവും എല്ലാം ലിമിറ്റ് ചെയ്യും. ഇറ്റ് ഈസ് ദിസ് സോർട്ട് ഓഫ് ലിമിറ്റിംഗ് ദാറ്റ് ആങ്കേർഡ് ജീസസ്. എ ഡോഗ് ഇൻ ദ മേഞ്ചർ എന്നിവരെ പറ്റി പറയാം. പട്ടി പുല്ല് തിന്നുകയുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയുമില്ല. എങ്ങനെയാണ് ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യേണ്ടത്? വിശുദ്ധ ബൈബിൾ തന്നെ അത് നമ്മോട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 13 verses 4 to 12. ഇവിടെ നാം കാണുന്നത് പൗലോസിൻ്റെ 1ാം മിഷനറി യാത്രയിൽ ഒരു സംഭവം നടന്നു. ഞാനത് വായിക്കാം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കയിലേക്ക് ചെന്നു. അവിടെ നിന്ന് കപ്പൽ കയറി സൈപ്രസ് ദ്വീപിലേക്ക് പോയി. സലമീസിൽ ചെന്ന് യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് ഭൃത്യനായിട്ട് ഉണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി പാഫോസ് വരെ ചെന്നപ്പോൾ, ഈ പാഫോസ് എന്നത് സൈപ്രസിൻ്റെ ക്യാപിറ്റൽ പോർട്ട് സിറ്റിയാണ്. അവർ പാഫോസ് വരെ ചെന്നപ്പോൾ ബർയേശു എന്നു പേരുള്ള യഹൂദനായി കള്ളപ്രവാചകനായ ഒരു വിദ്വാനെ കണ്ടു. ഈ വിദ്വാന്റെ മറ്റൊരു പേരാണ് എലീമാസ്. യഹൂദന്മാർക്ക് 2 പേര് സർവ്വസാധാരണമായിരുന്നു. ബർയേശു എന്ന വാക്കിൻ്റെ അർത്ഥം സൺ ഓഫ് ജോഷുവ അല്ലെങ്കിൽ സൺ ഓഫ് ദ സേവിയർ എന്നാണ്. നല്ല ഒന്നാന്തരം പേരാണ് ഇട്ടിരിക്കുന്നത്. പേര് കൊണ്ട് ഒരാളിനെ മനസ്സിലാക്കുവാൻ പറ്റുകയില്ല. ഈ ആള് കള്ളപ്രവാചകനായിരുന്നു. കള്ളപ്രവാചകൻ, എ ജൂവിഷ് സോഴ്സറർ ആൻഡ് ഫോൾസ് പ്രോഫറ്റ്. അതായത് ആഭിചാരവും ക്ഷുദ്രവും ഒക്കെ ചെയ്യുന്നവനായിരുന്നു. ഇവിടെ പറയുന്നു, അവൻ ബുദ്ധിമാനായ സെർഗ്യോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെ ആയിരുന്നു. അതായത് അവിടുത്തെ റോമൻ ഗവർണറുടെ റോമൻ ആധിപത്യത്തിലായിരുന്നു ഈ പ്രദേശം. അതുകൊണ്ട് സീസർ ഇവിടെ ഒരു ദേശാധിപതിയെ അതായത് ഗവർണറെ പ്രോ കൗൺസിലിനെ നിയമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു സെർഗ്യോസ് പൗലോസ്. ഈ സെർഗ്യോസ് പൗലോസിന് ദൈവവചനം കേൾക്കുവാൻ ഇഷ്ടമായിരുന്നു. ഈ സെർഗ്യോസ് പൗലോസിൻ്റെ കൗൺസിലിലുള്ള അല്ലെങ്കിൽ ആ ക്യാബിനറ്റിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ബർയേശു അല്ലെങ്കിൽ എലിമാസ് എന്ന വിദ്വാൻ. ഈ സെർഗ്യോസ് പൗലോസ് ബർന്നബാസിനെയും പൗലോസിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. എന്നാൽ ബർയേശു അവരോട് എതിർത്ത് നിന്ന് ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. കാരണം അവനിൽ പിശാചാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ടാണ് അവൻ ആഭിചാരവും ക്ഷുദ്രവും ഒക്കെ ചെയ്യുന്നത്. അവൻ കള്ളപ്രവാചകനാണ്, വ്യാജം മാത്രമേ സംസാരിക്കുകയുള്ളൂ. ദൈവവചനം പ്രസംഗിക്കുന്നത് ഈ പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പൗലോസും ബർന്നബാസും ദൈവത്തെപ്പറ്റി സെർഗ്യോസ് പൗലോസിനോട് വിവരിച്ച് പറഞ്ഞപ്പോൾ ഈ വിദ്വാൻ അത് തടഞ്ഞത്. അപ്പോൾ പൗലോസ് പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി. എന്നിട്ട് എന്തു പറഞ്ഞു? ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ,
കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കിയില്ലയോ? അതാണ് അവനോട് പറഞ്ഞത്. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിൻ്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിൻ്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിൻ്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവൻ്റെ മേൽ വീണു. അതായത് പൗലോസ് അവനെ ശാസിച്ചു, അവനെ ശപിച്ചു. നീ കുരുടനായി ഭവിക്ക എന്ന് പറഞ്ഞു. ഒരു സമയത്തേക്ക് നീ സൂര്യനെ കാണാതെ കുരുടനായിരിക്കുമെന്ന് പറഞ്ഞു. അവന് കണ്ണു കാണാൻ വയ്യാതെയായി. കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. അതായത് പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും അടുത്ത് ഇതൊന്നും നടക്കില്ല. കാരണം അവർ ദൈവാത്മാവുള്ളവരായിരുന്നു. അവർ പരിശുദ്ധാത്മപൂർണനായിട്ടാണ് ഈ ബർയേശുവിനെ ഉറ്റുനോക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ളവരെ തുരത്തുവാൻ പരിശുദ്ധാത്മാവുള്ള ഇടയന്മാരാണ് ആവശ്യം. അവരുടെ ഒരു വാക്കിൽ ഇവർ നിലംപതിക്കും. ഈ ബർയേശുവിനെ അന്ധനാക്കി മാറ്റിയതുപോലെ പരിശുദ്ധാത്മപൂർണനായി ഇവരെ ഉറ്റുനോക്കുമ്പോൾ അവർ അന്ധന്മാരായി മാറും. അല്ലെങ്കിൽ അവർ അവിടെ നിന്ന് പോകും. അവർക്കവിടെ നിൽക്കുവാൻ പറ്റുകയില്ല. കാരണം ഇവരിൽ വസിക്കുന്നത് പിശാചാണ്. പിശാച് വസിക്കുന്നത് കൊണ്ടാണ് ഇവർ ദൈവത്തെ മാനിക്കാത്തത്. ഇവർക്ക് ദൈവഭയമില്ല. പ്രിയ സഹോദരങ്ങളെ, എത്ര വ്യക്തമായിട്ടാണ് ദൈവവചനം ഈ കാര്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ബന്ധനത്തിൽ നിന്നും അഥവാ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനതയെ വിടുവിക്കുന്ന ദൈവത്തെ പറ്റിയാണ് പഴയ നിയമത്തിൽ നിന്നും അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത്. ദ ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 1-15. അത് മുഴുവൻ ഞാൻ വായിക്കുന്നില്ല. അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് ദൈവം തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ഈജിപ്തിലെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ മോശയെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ്. ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന മോശയെ ഹോറേബ് പർവ്വതത്തിൽ കത്തുന്ന മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായി ദൈവം വിളിക്കുന്നു. ഇസ്രായേൽ മക്കൾ 430 വർഷം ഈ ഈജിപ്തിൽ അടിമകളായിരുന്നു. അവരുടെ കഷ്ടത ദൈവം കണ്ടു എന്നാണ് മോശയോട് പറയുന്നത്. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനുമൊഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. മിസ്രൈമ്യർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ രാജാവിൻ്റെ അടുക്കൽ അയക്കും. അപ്പോൾ മോശ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നുവെന്നിങ്ങനെ നീ അവരോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ പേര് മോശയോട് പറയുകയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു. എഹ്യേ ആഷർ എഹ്യേ. ഐ ആം ദാറ്റ് ഐ ആം, അല്ലെങ്കിൽ ഐ ആം ഹു ഐ ആം. ഐ ആം, അതാണ് ദൈവത്തിൻ്റെ പേര്. ഞാൻ ആകുന്നവൻ. എഹ്യേ എന്ന ഹീബ്രു വാക്കിൻ്റെ
വാക്ക് ഉണ്ടായിരിക്കുന്നത് ടു ബി എന്ന വെർബിൽ നിന്നാണ്. അതായത് ആകുന്നവൻ, എന്നുമുള്ളവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ബീയിങ് ആക്റ്റീവ്ലി പ്രസൻറ്റ്. ഇപ്പം ദൈവമില്ലാത്ത ഒരു സന്ദർഭമില്ല. അവൻ എന്നുമുള്ളവനാണ്, അവൻ ആകുന്നവനാണ്. ദൈവത്തിന് ഭൂതം, ഭാവി, വർത്തമാനം എന്ന കാലങ്ങളൊന്നുമില്ല. ദൈവം എപ്പോഴും പ്രസൻ്റാണ്. അവന് പ്രസൻറ്റൻസ് മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എൻ്റെ പേര് ഞാൻ ആകുന്നവൻ, ഞാനാകുന്നു എന്നാണ്. ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് ആത്മപരിശോധനയിലേക്ക് നയിക്കുന്ന ഒരു ദൈവത്തെയാണ് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 27 വേഴ്സസ് 9-25 അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത്. യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസംഗിച്ചതുകൊണ്ട് യഹൂദയിലുള്ള റോമൻ അതോറിറ്റി പൗലോസിനെതിരെ പല കുറ്റങ്ങളും ആരോപിച്ചു. ഒരു രാഷ്ട്രീയ വൈരിയായി തന്നെ കണ്ടു, പൊളിറ്റിക്കൽ റബൽ. ഒടുവിൽ യഹൂദയിലുള്ള റോമൻ അതോറിറ്റി പൗലോസിനെതിരെ കുറ്റമൊന്നും കാണായിക്കൊണ്ട് അവനെ വെറുതെ വിടണമെന്ന് പറഞ്ഞു. എന്നാൽ പൗലോസ് റോമിലെ സീസർ തന്നെ വിസ്തരിക്കണമെന്ന് അപേക്ഷിച്ചു. പൗലോസിന് റോമിൽ പോകണമായിരുന്നു. കാരണം അവിടെയുള്ള സഭകളിൽ, അതുപോലെ യഹൂദ നേതാക്കന്മാരോടെല്ലാം തിരുവെഴുത്തുകളെ ആധാരമാക്കി യേശുക്രിസ്തുവിനെ പ്രസംഗിക്കണം, പഠിപ്പിക്കണമെന്ന് പൗലോസ് ആഗ്രഹിച്ചു. അവിടുത്തെ സഭകളിലെ വിവരങ്ങളൊക്കെയും തിരക്കണം. യഹൂദന്മാരുടെ തിരുവെഴുത്തുകളുടെ നിവൃത്തിയാണ് യേശുക്രിസ്തു എന്ന് തിരുവെഴുത്തുകളും പ്രവചന പുസ്തകമൊക്കെ ആധാരമാക്കി പഠിപ്പിക്കണം എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ പൗലോസ് റോമിലേക്ക് പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. ഇറ്റലിയിലേക്ക് ധാന്യങ്ങൾ കയറ്റിക്കൊണ്ടു പോകുന്ന കപ്പലിലായിരുന്നു ഇവരുടെ യാത്ര. അതായത് മെഡിറ്ററേനിയൻ സീയിൽ കൂടെ. ഇസ്രായേലിലെ മെഡിറ്ററേനിയൻ തീരത്തുള്ള ഒരു പട്ടണമായ സിസറിയയിൽ നിന്നാണ് അവർ പുറപ്പെടുന്നത്. അവരുടെ ലക്ഷ്യം റോമാണ്. പക്ഷേ മാൾട്ട ദ്വീപിൽ വെച്ച് വലിയ ഒരു അപകടം നടന്നു. ഷിപ്രക്ക് ഉണ്ടായി. മാൾട്ട ദ്വീപിൽ നിന്നും പിന്നെയും 80 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്താലേ അവർ റോമിലെത്തുകയുള്ളൂ. പൗലോസും ജൂലിയസും അരിസ്തർക്കോസും 273 തടവുകാരോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ജൂലിയസ് ഒരു റോമൻ ഓഫീസറായിരുന്നു. ജൂലിയസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു ഈ തടവുകാർ. ഫൈനൽ വിസ്താരത്തിനായിരിക്കും ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ പൗലോസിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ദൈവപുരുഷനായിരുന്നു. ഹി വാസ് ഓൾവേസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. എന്താണ് ഈ യാത്രയിൽ സംഭവിച്ചത് എന്ന് ആ വേദഭാഗം വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. വേഴ്സ് 9 onwards. ഇങ്ങനെ വളരെ നാൾ ചെന്ന ശേഷം നോമ്പും കഴിഞ്ഞിരിക്കെ കപ്പലോട്ടം വൈഷമ്യമാകൊണ്ട് പൗലോസ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു എന്ന് അവരെ പ്രബോധിപ്പിച്ചു. പൗലോസ് ദൈവാത്മാവിൽ സംസാരിക്കുകയാണ്. വരുവാൻ പോകുന്ന സംഗതികൾ കപ്പലിലുള്ളവരോട് പറയുകയാണ്. സഹോദരന്മാരെ, ഈ യാത്രയിൽ കപ്പലിന് അപകടം വരുവാൻ പോകുന്നു. കപ്പലിന് മാത്രമല്ല, ചരക്കിനും. കാരണം ഇത് ധാന്യക്കപ്പലാണ്. ഇറ്റലിയിലേക്ക് ധാന്യം കയറ്റിക്കൊണ്ടു പോകുന്ന കപ്പലിലാണ്, അല്ലാതെ ക്രൂസ് ഷിപ്പിലൊന്നുമല്ല ഇവർ യാത്ര ചെയ്യുന്നത്.
വളരെ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും, അവരുടെ ജീവൻ പോലും അപകടത്തിലാണ് എന്ന കാര്യം പൗലോസ് അവരോട് പറയുന്നു. ശതാധിപനോ പൗലോസ് പറഞ്ഞതിനേക്കാൾ മാലുമയുടെയും കപ്പൽ ഉടമസ്ഥൻ്റെയും വാക്ക് അധികം വിശ്വസിച്ചു. അതായത് ഈ ജൂലിയസ് പൗലോസ് പറഞ്ഞ വാക്ക് വിശ്വസിച്ചില്ല. പൗലോസിനെ പറ്റി അദ്ദേഹത്തിന് ശരിക്കറിയില്ലായിരിക്കാം. പൗലോസ് ഒരു ദൈവപുരുഷനാണ്, ദൈവാത്മാവിലാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് ഗ്രഹിക്കുവാൻ ഈ ശതാധിപന് കഴിവില്ലായിരുന്നു. പൗലോസ് പറഞ്ഞതിനേക്കാൾ ആ കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ വാക്കാണ്, അതുപോലെ കപ്പലിൻ്റെ ഓണറിൻ്റെ വാക്കും ശതാധിപൻ വിശ്വസിച്ചു. ആ തുറമുഖം ശീതകാലം കഴിപ്പാൻ തക്കതല്ലായകയാൽ അവിടെ നിന്ന് നീക്കി തെക്ക് പടിഞ്ഞാറായും വടക്ക് പടിഞ്ഞാറായും തുറന്നു കിടക്കുന്ന ഫിനീഷ്യ എന്ന ക്രേത്ത തുറമുഖത്ത് കഴിവുണ്ടെങ്കിൽ ചെന്ന് ശീതകാലം കഴിക്കണമെന്ന് മിക്കപേരും ആലോചന പറഞ്ഞു. കാരണം ഇത് കപ്പൽ യാത്രയാണ്, മെഡിറ്ററേനിയൻ കടലിൽ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ അപകടം വലുതാണ്. അതുകൊണ്ട് ദ്വീപുകളുടെ കര പറ്റിയാണ് ഇവർ ഓടുന്നത്. തെക്കൻ കാറ്റ് മന്ദമായി ഉതകിയാൽ താല്പര്യം സാധിച്ചുവെന്ന് തോന്നി. അവർ അവിടെ നിന്ന് നങ്കൂരമെടുത്ത് ക്രേത്ത ദ്വീപിൻ്റെ മറപറ്റി ഓടി. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. യൂറോക്ലൈഡോൺ. കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി ക്ലൗദ എന്ന ചെറിയ ദ്വീപിൻ്റെ മറപറ്റി ഓടിയിട്ട് പ്രയാസത്തോടെ തോണി കൈവശമാക്കി അത് വലിച്ചു കയറ്റിയിട്ട് അവർ കപ്പൽ ചുറ്റിക്കെട്ടിയും മറ്റും ഉറപ്പുവരുത്തി. പിന്നെ മണൽത്തിട്ടമേൽ അകപ്പെടും എന്ന് പേടിച്ച് പായ് ഇറക്കി അങ്ങനെ പാറിപ്പോയി. ഞങ്ങൾ കൊടുങ്കാറ്റിനാൽ അത്യന്തം അലയുക കൊണ്ട് പിറ്റേന്ന് അവർ ചരക്ക് പുറത്തു കളഞ്ഞു, അതായത് ധാന്യങ്ങളെല്ലാം പുറത്തു കളഞ്ഞു. മൂന്നാം നാൾ അവർ സ്വന്തം കൈയാൽ കപ്പൽ കോപ്പും കടലിൽ ഇട്ട് കളഞ്ഞു. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചും കൊണ്ട് ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, വളരെ പ്രതിസന്ധിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ എല്ലാവരും അവരുടെ പ്രാണന് വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ആശയെല്ലാം നശിച്ചപ്പോൾ, ദൈവപുരുഷനായ പൗലോസ് ആ പ്രതിസന്ധി ഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരികയില്ല. പൗലോസ് പ്രത്യാശയുടെ വാക്കുകളാണ് പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ദൈവാത്മാവ് വസിക്കുന്ന വ്യക്തികൾ എപ്പോൾ സംസാരിച്ചാലും മറ്റുള്ളവർക്ക് ആശയും പ്രത്യാശയും സന്തോഷവും സമാധാനവും കൊടുക്കുന്ന വാക്കുകൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. കപ്പലിലുള്ള 273 തടവുകാരും ബാക്കിയുള്ളവരും എല്ലാം പേടിച്ച് വിറച്ചിരിക്കുകയാണ്. എന്താണ് ഇനി സംഭവിക്കുവാൻ പോകുന്നത്? 3 ദിവസമല്ല, വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ ധൈര്യമായിരിക്കുക. എൻ്റെ വാക്ക് നിങ്ങൾ അനുസരിച്ചില്ലല്ലോ. കപ്പൽ പുറപ്പെടുമ്പോഴേ ഞാൻ പറഞ്ഞതായിരുന്നു, നമുക്ക് കഷ്ടങ്ങൾ നേരിടും, ഏറിയ കഷ്ടങ്ങൾ നമുക്ക് നേരിടുവാൻ പോകുന്നു. പക്ഷേ നിങ്ങൾ കേട്ടില്ല, എൻ്റെ വാക്ക് കേട്ടില്ല, നിങ്ങൾ പുറപ്പെട്ടു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരുപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും
പ്രാണന് ഹാനി വരികയില്ല. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ, ധൈര്യത്തോടെ ഇരിപ്പീൻ. എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. പൗലോസിൻ്റെ വാക്കുകളുടെ ശക്തി. ഈ കഷ്ടസമയത്തും ധൈര്യം കൊടുക്കുന്ന വാക്കുകളാണ് പറയുന്നത്. കാരണം രാത്രിയിൽ ദൈവദൂതൻ പൗലോസിനോട് സംസാരിച്ചു. ദൈവാത്മാവ് വസിക്കുന്ന ഈ പൗലോസ് ദൈവദൂതൻ്റെ വാക്കുകേട്ട് ധൈര്യം അവലംബിക്കുവാൻ, അല്ലെങ്കിൽ ധൈര്യത്തോടെ ഇരിക്കുവാൻ തൻ്റെ സഹയാത്രക്കാരോട് പറയുകയാണ്. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, അവിടെ റോമിൽ എത്തപ്പെട്ട പൗലോസും കൂട്ടരും പൗലോസ് റോമിലെത്തിയപ്പോൾ അവിടെ യഹൂദന്മാരുടെ അടുത്തെല്ലാം പോയി അവരോടൊക്കെയും സംസാരിച്ചു. ഒടുവിൽ നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. പൗലോസ് 2 വർഷം വീട്ടു തടങ്കലിലായിരുന്നു. ഒടുവിൽ ഈ നീറോ ചക്രവർത്തിയുടെ കയ്യാൽ തന്നെ പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. തൻ്റെ ജീവിതകാലത്ത് ഉടനീളം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം സഭകളെ ഉറപ്പിക്കുവാനും അവരെ പ്രത്യാശയുള്ള വാക്കുകൾ അവരോട് പറയുവാനും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം ജാതികളോട് പ്രസംഗിക്കുവാനും അനേകം പുസ്തകങ്ങൾ അല്ലെങ്കിൽ അനേകം ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് തരുവാനും തക്കവണ്ണം പൗലോസിനിടയായി. പൗലോസിൻ്റെ വാക്കുകൾ എപ്പോഴും അത് ദൈവിക വെളിപ്പാടുകളായതിനാൽ അത് ശക്തി പകരുന്നവയാണ്. പൗലോസിനെ പോലെ പ്രത്യാശയുള്ളവരായി, മറ്റുള്ളവരെ ഉറപ്പിക്കുന്നവരായി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി നമുക്കും മറ്റുള്ളവരോട് സംസാരിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ ഇടയാകണം. ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച് സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് ദൈവം ഒരുവനെ എങ്ങനെയാണ് നയിക്കുന്നത് എന്നാണ് അടുത്ത വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 12-20. കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് ഈ ലേഖനം പൗലോസ്ലീഹ എഴുതുന്നത്. തൻ്റെ കാരാഗ്രഹവാസം പൗലോസ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പോൾസ് പെർസ്പെക്റ്റീവ് ഓൺ ഹിസ് imprisonment. വായിക്കാം verse 12 onwards. And I want you to know this, dear brothers, everything that has happened to me here has been a great boost in getting out the good news concerning Christ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ എൻ്റെ ഈ കാരാഗ്രഹവാസം പ്രചോദനമാകുകയാണ് ചെയ്യുന്നത്. For everyone around here, including all the soldiers over at the barracks, knows that I am in chains simply because I am a Christian. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചെങ്ങല ധരിച്ചിരിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. ഈ പട്ടാള ക്യാമ്പിലെ എല്ലാ പട്ടാളക്കാർക്കും അത് അറിയാം എന്നാണ് പൗലോസ് പറയുന്നത്. Verse 14. And because of my imprisonment, many of the Christians here seem to have lost their fear of chains. ഞാൻ ഈ ബന്ധനസ്ഥനായിരിക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് അവർക്ക് ചങ്ങലയെ പേടിയില്ലാതായി. And because of my imprisonment, many of the Christians here seem to have lost their fear of chains. Somehow my patience has encouraged them, and they have become more and more bold in telling others about Christ.
മറ്റുള്ളവർ കൂടുതൽ ധൈര്യശാലികളായി തീർന്നു. പൗലോസ് ചങ്ങല ധരിച്ച് കാരാഗൃഹത്തിൽ കിടക്കുന്നത് കാണുമ്പോൾ വെളിയിലുള്ളവർക്ക്, ദൈവവചനം പ്രസംഗിക്കുന്നവർക്ക് അതൊരു ധൈര്യമാണ് എന്നാണ് പൗലോസ് പറയുന്നത്. Some, of course, are preaching the good news because they are jealous of the way God has used me. ദൈവം എന്നെ എങ്ങനെയാണ് ഉപയോഗിച്ചത് അതിൻ്റെ കുശുമ്പ് കൊണ്ടാണ് ചിലർ സുവിശേഷം പറയുന്നത്. എനിക്കും പൗലോസിനെ പോലെ ആകണം, ഇത്ര നല്ലതുപോലെയാണ് പൗലോസ് യേശുക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ച് യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ അവനിപ്പോൾ ഇതാ കാരാഗൃഹത്തിലായിരിക്കുന്നു. അതൊരു വലിയ ഓണറായിട്ടാണ് ബാക്കിയുള്ളവർ കാണുന്നത്. They want reputations as fearless preachers, but others have purer motives, preaching because they love me, for they know that the Lord has brought me here to use me to defend the truth. സത്യത്തിന് സാക്ഷി നിൽക്കുവാനാണ് ഞാനായിരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചങ്ങല ധരിച്ചിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. And some preach to make me jealous, thinking that their success will add to my sorrows here in jail. ചിലർ സുവിശേഷം പ്രസംഗിക്കുന്നത് അത് പൗലോസിൻ്റെ മേൽ കുറ്റം ചാർത്തുവാനായിട്ടാണ്. കാരണം അവരെ പട്ടാളം പിടിക്കുമ്പോൾ അല്ലെങ്കിൽ സൈന്യം പിടിക്കുമ്പോൾ അവർ പറയും, പൗലോസ് നിമിത്തമാണ് ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം പറയുന്നത്. അവർ പൗലോസിൻ്റെ മേലാണ് ആ കുറ്റമിടുന്നത്. അത് പൗലോസിന് സോറോസ് കൊടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. But whatever their motive for doing it, the fact remains that the good news about Christ is being preached and I am glad. അത് അവരുടെ മോട്ടീവ് എന്ത് തന്നെ ആയിരുന്നാലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത്, അത് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. തൻ്റെ ശിഷ്യന്മാരുടെ മോട്ടീവ്സ് എന്തൊക്കെയാണ്, അവരേത് രീതിയിലാണ്? പൗലോസിൻ്റെ സുവിശേഷ വേല നിമിത്തം അസൂയ പൂണ്ടാണ് അവർ പൗലോസിനേക്കാൾ നല്ലതുപോലെ സുവിശേഷ ഘോഷണം ചെയ്യണം എന്നുള്ള ഉത്സാഹത്തോടെയാണ് അവർ ചെയ്യുന്നത്. അത് എന്ത് തന്നെ ആയാലും പൗലോസ് പറയുകയാണ്, ബട്ട് വാട്ട് എവർ their motive for doing it, the fact remains that the good news about Christ is being preached and I am glad. I am going to keep on being glad, for I know that as you pray for me and as the Holy Spirit helps me, this is all going to turn out for my good. So I am going to keep on being glad. എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ സന്തോഷത്തിൽ തന്നെ ഇരിക്കും. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറഞ്ഞത്? For I know that as you pray for me and as the Holy Spirit helps me, this is all going to turn out for my good. ഹോളി സ്പിരിറ്റ് എനിക്ക് തുണയുണ്ട്. പരിശുദ്ധാത്മാവാണ് എപ്പോഴും എൻ്റെ സഹായകനായി, തുണയായി, കൗൺസിലറായി നിൽക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസിന് ഇത്രയും ബലം. For I live in eager expectations and hope that I will never do anything that will cause me to be ashamed of myself, but that I will always be ready to speak out boldly for Christ while I am going through all these trials here, just as I have in the past, and that I will always be an honor to Christ, whether I live or whether I must die. ഞാൻ ജീവിച്ചാലും മരിച്ചാലും എനിക്ക് ഈ പ്രത്യാശയാണുള്ളത്. എന്താണ് ഇവിടെ പറയുന്നത്? For I live in eager expectation and hope that I will never do anything that will cause me to be ashamed of myself, but that I will always be ready to speak out boldly for Christ while I am going through all these trials here, just as I have in the past, and that I will always be an honor to Christ, whether I live or whether I must die.
എനിക്ക് വന്നിരിക്കുന്ന കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഇംപ്രിസൺമെൻറ്റ് എങ്ങനെ വിചാരിച്ചാലും അതെല്ലാം ദൈവനാമ മഹത്വത്തിനായിരുന്നു. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം എന്നെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഏത് കോസിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്? ഐ വിൽ ഓൾവേസ് ബി ആൻ ഓണർ ടു ക്രൈസ്റ്റ്. ദൈവനാമ മഹത്വത്തിനായി, അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് പൗലോസ് ജനത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ ഫിലിപ്പീൻസിനോട് പറയുകയാണ്. ഈ ഫിലിപ്പീൻസിൻ്റെ ഈ ലേഖനം വായിക്കുമ്പോൾ നമ്മോടും കൂടെയാണ്, ഈ ലോകത്തോടാണ് പൗലോസ് ലീഹ ഇത് പറയുന്നത്. നമ്മെ ധൈര്യപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ മാറ്റമില്ലാത്ത സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നാം എത്രമാത്രം ധൈര്യത്തോടെ അത് ചെയ്യണം. പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായിട്ടുണ്ട്. എങ്ങനെയാണ് അത് സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുന്നത്? അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. പ്രിയ സഹോദരങ്ങളെ, കിൻഡർഗാർട്ടൻ അറ്റ് ബെഥസ്ദയിലെ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.